കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നത് കൂട്ടുകാരെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, ചായയൊക്കെ കുടിച്ചു. പിന്നെ കുഞ്ഞു കുഞ്ഞ് ഈ പത്രം എടുത്ത് മറിച്ച് നോക്കിയപ്പോൾ ഇല്ല, വാർത്ത ഇങ്ങനെ കാണുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തകൾ ഇങ്ങനെ വരുന്നു വന്നു മാറി മറിയുന്നു. ഇപ്പോൾ പറയുന്നതല്ല പിന്നെ വരുന്ന ന്യൂസ്, അങ്ങനെ ചാനലുകളും പലതരത്തിലുള്ള ന്യൂസ് ചാനലുകളെല്ലാം ഇങ്ങനെ അവർക്ക് അറിയാവുന്നതും കിട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിതെല്ലാം കേട്ട് ഇപ്പോൾ അതിനൊരു റെമഡി ആവും എന്നിങ്ങനെ പ്രതീക്ഷയിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ മാറ്റിമറിച്ച് നോക്കുന്നു. ഇന്ന് കിട്ടും, നാളെ കിട്ടും. ഞാനീ പറയുന്നത് ഇല്ല, മണ്ണിനടിയിൽ പെട്ടുപോയ ലോറിയുടെയും അതിനുള്ളിൽ അകപ്പെട്ടുപോയ ഡ്രൈവറുടെയും കാര്യമാണ്. നമ്മളും ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ, ഉടനെ തന്നെ കിട്ടും, ജീവനോടെ എവിടെങ്കിലും കാണും, വണ്ടിയും കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത്രയും നാൾ വന്ന സംഭവങ്ങളിൽ വെച്ച് ഏറ്റവും വേദനാജനകമായിട്ടുള്ളൊരു സംഭവമായിട്ടിത് മാറി. ലോകം മൊത്തം ഇപ്പോൾ ഇതാണ് ഉറ്റുനോക്കുന്നത്. ആ ഡ്രൈവർ ഒരുപക്ഷെ ഇനി അതിനകത്തു നിന്ന് ആളുകൾ പലതരത്തിലുള്ള കഥകൾ മെനയുന്നു. കുറേയൊക്കെ സത്യങ്ങളും പിന്നെ കുറേയൊക്കെ കൈ നീട്ട് ഉണ്ടാക്കുന്നതും അങ്ങനെ അതിൻ്റെ വഴിക്ക് പോകുന്നു. യഥാർത്ഥ കാര്യം ഇനി കണ്ടറിയാം എന്തായിരിക്കുമെന്ന്. ഏതായാലും നമുക്ക് വളരെയധികം പ്രതീക്ഷയോടെ ഇരിക്കാം. ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും അത്താണിയായിരുന്നു. പിന്നെ എവിടെയെങ്കിലും വെള്ളത്തിലാണ് പോയതെങ്കിൽ ഇനി ഒരുപക്ഷെ ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് ഈ രക്ഷപ്പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് പലതും ഇങ്ങനെ മെനഞ്ഞെടുക്കാനേ പറ്റത്തുള്ളൂ ഇനി കണ്ടു കിട്ടുന്നിടം വരെ. അങ്ങനെ എല്ലാവരും ഒരു മുൾമുനയിൽ നിൽക്കുന്ന ഒരു സംഭവമായിപ്പോയി. ഇത്രയും താമസിച്ച് ഇതിന് മുൻപ് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമായിരുന്നു. ഇത് അത്രയ്ക്ക് വലിയ അപ്പം നമ്മുടെ ലോകം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും എന്ത് സംഭവിക്കുക. അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, വളരെ ഹാപ്പിയായിട്ട് നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴായിരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും. ചിലപ്പോൾ ഒരു ഭൂമി കുലുക്കമാകാം, അല്ലെങ്കിൽ ഉരുൾപൊട്ടലാകാം, ചിലപ്പോൾ ഒരു സുനാമി ആകാം, എന്തുമാകാം. ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. കാരണം കാലാവസ്ഥ ദിനം പ്രതി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. ഇതൊക്കെ എന്താകുമോ എന്തോ. ഓരോന്ന് ഓർക്കുമ്പോൾ വിഷമമൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കാനേ പറ്റത്തുള്ളൂ. നമ്മൾ ഇതെല്ലാം കൂടെ ഈ ടെൻഷനുകളും ഇതെല്ലാം കൂടെ പിടിച്ച് വെച്ച് നമ്മൾ രോഗികളായി മാറുന്നതിനെക്കാട്ടിലും നല്ലത് ഉള്ള സമയം ഹാപ്പി ആയിട്ടിരിക്കുക. ആ ലോറിയിൽ അകപ്പെട്ട ആ ഡ്രൈവർക്ക് ഒന്നും പറ്റത്തില്ല, പുള്ളി ജീവനോടെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ നമുക്കെല്ലാവർക്കും ഇരിക്കാൻ കൂട്ടുകാർ. ഇത് പത്രം എടുത്ത് മറച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. ഞാൻ ഇന്നിങ്ങോട്ട് നടന്നു വന്നപ്പോൾ ആളുകളുടെ കെയർലെസ്നെസ്സാണ് ഞാനീ പറയുന്നത്. ഞാൻ വഴിയിൽ ഇങ്ങനെ നടന്ന് വരികയായിരുന്നു. അപ്പോൾ ഒരു പ്രീ ഡിഗ്രിക്ക് അല്ലെങ്കിൽ +2 പഠിക്കുന്ന അത്രയും പ്രായമുള്ള ഒരു മോനൊരു മൊബൈലൊക്കെ ഇങ്ങനെ വെച്ച് സംസാരിച്ച് വരുന്നു. പരിസരം തന്നെ മറന്നാണ് വരുന്നത്. ഈ പയ്യൻ വരുന്നത് കണ്ടപ്പോഴേ ഞാൻ അങ്ങ് ഒഴിഞ്ഞു മാറി. പയ്യൻ പോകട്ടെ എന്നും പറഞ്ഞ് ഞാൻ ബാക്ക് അടിച്ചു. അപ്പോൾ ആ പയ്യൻ ഫോണിൽ അങ്ങനെ സംസാരിച്ചു കൊണ്ട് അങ്ങനെ അങ്ങ് പോയപ്പോൾ അങ്ങനെ ഞാൻ ആ പയ്യനെ അങ്ങ് ശ്രദ്ധിച്ചില്ല. പിന്നെ പയ്യനങ്ങ് നടന്നങ്ങ് കുറേ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് സംഭവം. ഭയങ്കരമായ ഒരു സംഭവമായിപ്പോയി. ഒരു പട്ടി, കറുത്ത നിറത്തിലുള്ള ഒരെണ്ണം, അതിൻ്റെ ഫീലിങ്സ് വയലൻ്റായിട്ട് അതിങ്ങനെ ഓടി വന്നപ്പോൾ ഈ പയ്യനെ കടിച്ചതാണോ, ഇനി പയ്യൻ നടന്നു പോയപ്പം അതിനെ അറിയാതെ ചവിട്ടിയപ്പോൾ അത് കടിച്ചതാണോ, എന്തായാലും പട്ടിയും പയ്യനും കൂടെ കുറച്ച് സമയം ഒത്തിരി ശ്രമം നടത്തി പട്ടിയെ ഓട്ടിച്ച് വിടാൻ. അപ്പോഴാണ് ഞാൻ അതിൻ്റെ തൊട്ട് ബാക്കിൽ ഇങ്ങനെ നടന്നു വരുന്നത്. വണ്ടിയാണെങ്കിൽ നല്ല പാഞ്ഞു വരുന്നുണ്ട്, എല്ലാ കാറും വണ്ടികളും എല്ലാം. എനിക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട്. എനിക്ക് പട്ടിയുടെ കടി കൊള്ളാൻ ഒട്ടും താല്പര്യമില്ല. അങ്ങനെ ഞാൻ എന്തായാലും വളരെ കെയർഫുള്ളായിട്ട് ബാക്കിലും ഫ്രണ്ടിലും എല്ലാം ശ്രദ്ധിച്ച് വന്നതുകൊണ്ട് ഈ പട്ടി ഇങ്ങോട്ട് എൻ്റെ അടുത്തോട്ട് ഓടി വന്നപ്പോൾ ഞാൻ ക്രോസ് ചെയ്തങ്ങ് അപ്പുറത്ത് ഇറങ്ങി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട ആളുകളുള്ള സ്ഥലത്ത്
അങ്ങ് ക്രോസ് ചെയ്ത് മാറി. അതുകൊണ്ട് ഞാൻ അന്ന് കഷ്ടിച്ച് പട്ടികടി കൊള്ളാതെ രക്ഷപ്പെട്ടു. ആ പയ്യനെ എനിക്ക് ഇത്തിരി ഡിസ്റ്റൻസിൽ നിന്നതുകൊണ്ടൊന്നും ചോദിക്കാനും വയ്യ. പാൻറ് കീറിയെന്നാണ് തോന്നുന്നത്. പട്ടി കടിച്ചു കൊച്ചിനെ. എന്തായാലും എന്താണ് സംഭവം എന്ന് ഞാൻ കുറച്ചങ്ങ് പയ്യൻ ദൂരെ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. പട്ടി എന്തായാലും കടിച്ചു, പാൻറ് കീറി. അതുകൊണ്ട് എല്ലാവരും വഴിയെ നടന്നു പോകുമ്പോൾ ഈ മൊബൈലുമൊക്കെ പിടിച്ചിങ്ങനെ പോകുമ്പോൾ ഇന്ന് എൻ്റെ കൺമുന്നിലൊരു സംഭവം കണ്ടതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. വളരെ കെയർഫുള്ളായിരിക്കണം റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ. ഫോണിലായാലും എപ്പോഴും ഗൗനം വേണം. വണ്ടി വരുന്നതായാലും ബാക്കിലായാലും ഫ്രണ്ടിലായാലും ഒരു ശ്രദ്ധ എപ്പോഴും വേണം. പട്ടികടി എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല. അതിൻ്റെ കുത്തിവെപ്പും കാര്യങ്ങളുമായിട്ട് പുലിവാലാണ്. പിന്നെ ചിലയിടത്തൊന്നും ചെന്നാൽ അതിൻ്റെ കുത്തിവെപ്പ് കാണത്തില്ല. ഇന്നാൾ പത്രത്തിൽ കിടക്കുന്നത് കണ്ടു. ഇതിൻ്റെ ആ കുത്തി വെച്ചിട്ടും അതിന് പ്രശ്നം വന്നു, അതത്ര എഫക്റ്റീവായില്ലെന്ന്. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം. ഇതൊക്കെ എപ്പോഴും ഏത് നിമിഷവും സംഭവിക്കാവുന്നതാണ്. എന്നാലും കുറച്ച് നമുക്ക് ശ്രദ്ധയോടുകൂടി പോകാം. വഴിയെ ഫോണും വിളിച്ച് പോകുമ്പോൾ പരിസരം ശ്രദ്ധിക്കുക. വണ്ടി നല്ല തിക്കി തിരക്കി ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഭയങ്കര ട്രാഫിക്കാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ. ഇതെല്ലാ കൂട്ടുകാരും ഒന്ന് ശ്രദ്ധിക്കണം. എൻ്റെ കൺമുന്നിൽ ഒരു സംഭവം കണ്ടതുകൊണ്ടാണ് ഞാൻ കൂട്ടുകാരെ ഇത് പറയുന്നത്. എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് കാണണം. ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് വന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് എൻ്റെ ഒരു സമാധാനവും സന്തോഷമാണ്. എല്ലാവരും അങ്ങനെ വിചാരിച്ച് എൻ്റെ വീഡിയോസ് എല്ലാം കാണണം കൂട്ടുകാരെ. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വീഡിയോ ഇടാനും നമുക്കൊരു പ്രചോദനമാകത്തുള്ളൂ കൂട്ടുകാരെ. പിന്നെ നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളും ലോകവിശേഷങ്ങളുമൊക്കെ ഇങ്ങനെ പോകുന്നു. എന്തായാലും നമുക്ക് നല്ലത് തന്നെ പ്രതീക്ഷിക്കാം. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം അടുത്ത ദിവസം നേരുന്നു. എല്ലാവരും ശുഭരാത്രി കൂട്ടുകാരെ.